കഷ്ടതയിൽ നീ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം നിന്നെ വിടുവിക്കുകയും നീ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിൽ നീ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം നിന്നെ വിടുവിക്കുകയും നീ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുകയും ചെയ്യും. നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങൾക്കറിയാം ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വലിയ വിടുതലുകൾ, അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഓരോ പകലും കേൾക്കുന്നുണ്ട്. ഈ പകൽക്കാലവും ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിലും ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയരെ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, നീ എന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കഷ്ടകാലത്തിൽ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. കഷ്ടത അല്ലെങ്കിൽ കഷ്ടകാലം എന്നൊക്കെ പദം പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതനുഭവിക്കുന്നവർക്കാണ് ആ വേദനയുടെ തീവ്രത മനസ്സിലാക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഷ്ടത പ്രസംഗിക്കാൻ എളുപ്പമാണ്, കഷ്ടത കേൾക്കാൻ എളുപ്പമാണ്, കേട്ടിരിക്കാൻ എളുപ്പമാണ്, സങ്കടം തോന്നും. എങ്കിലും കഷ്ടത അനുഭവിക്കുന്നവരോളം നമുക്ക് ആ വേദനയുടെ ആഴം, ആ ഡെപ്ത്നെസ് നമുക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഒരു രാജ്യത്ത് നിന്ന് എന്നെ വിളിച്ചു. ആ വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പദങ്ങൾ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. പ്രിയരെ, താൻ പറഞ്ഞതിങ്ങനെയാണ്: തൻ്റെ കൂടാരത്തിനകത്ത് മകൻ വിദ്യാഭ്യാസം നിർത്തി നിൽക്കുവാണ്. എന്തിനു വേണ്ടി? സ്വന്തം അപ്പനെയും അപ്പൻ്റെ അമ്മയും എന്ന് പറഞ്ഞാൽ അമ്മച്ചിയെയും നോക്കാൻ വേണ്ടി പ്രാഥമിക വിദ്യാഭ്യാസം +2 പഠനം പോലും ബ്രേക്ക് ചെയ്യേണ്ടി വന്നൊരു കുടുംബം. ഇവരേതോ രാജ്യത്തിലിരുന്ന് സമ്പാദിച്ചയച്ചു കൊടുക്കുന്ന നന്മ കൊണ്ട് കഴിയുന്നൊരു കുടുംബം. ഞാൻ ചോദിച്ചു, എന്തിനാ മോൻ പഠിത്തം നിർത്തിയത്? അപ്പോഴും എന്നോട് പറഞ്ഞത്, പാസ്റ്ററേ, ആ കൂടാരത്തിനകത്തുള്ള സകലരും ഡയബറ്റിക് രോഗികളാണ്. കുഞ്ഞുനാളിൽ തന്നെ ഷുഗർ രോഗം പിടിച്ച് ആ കുടുംബത്തിനകത്തുള്ള സകലർ എന്ന് പറഞ്ഞാൽ ആ പിതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള സകലരുടെയും ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബനാഥൻ്റെ ഇരുകാലുകളും മുറിച്ചു മാറ്റിയൊരവസ്ഥ. ഒരപ്പനെ ആ മകൻ പഠനം പോലും മാറ്റിവെച്ച് ശുശ്രൂഷിക്കുന്നുണ്ട്. താൻ പറഞ്ഞതിങ്ങനെയാണ്: ഒരു മുറിയിൽ പിതാവ് കിടക്കുമ്പോൾ മറ്റൊരു മുറിയിൽ ഇതേ അവസ്ഥയിൽ കാലുകൾ നഷ്ടപ്പെട്ടൊരു മാതാവ് കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ നമുക്കതിൻ്റെ ഡെപ്ത്നെസ് ഒന്നും അത്ര ആഴത്തിൽ മനസ്സിലാകത്തില്ല. അത് അനുഭവിക്കുന്നവർക്കേ ആ വേദനയുടെ ആഴം. ഒരുപക്ഷെ അതിനേക്കാളും വേദന അനുഭവിക്കുന്നവരായിരിക്കും ഈ ശബ്ദം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പ്രിയരെ, നിൻ്റെ കഷ്ടത നിനക്കാരോടും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സങ്കടത്തോടെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചെന്നിരിക്കട്ടെ, ഈ നമ്പറിലോ
അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസുകളിലോ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ കണക്ട് ചെയ്തെന്നിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഡെപ്ത്നെസ് കേട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അത് അനുഭവിക്കുന്നത് നിങ്ങളാണ്. അതേപോലെ ഈ പകൽക്കാലം എൻ്റെ വേദനയുടെ ആഴം ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞാലും അത് കേട്ടിരിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിൻ്റെ ആഴത്തിൻ്റെ തീവ്രത, ആ വേദന നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ആ വേദന അനുഭവിക്കുന്നത് ഞാനാണ്. അതുപോലെയാണ് പ്രിയരെ, കഷ്ടത ഒരിക്കലും ആരോടും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കഷ്ടത അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിക്ക്, ദൈവം നിന്നെ വിടുവിക്കും, നിന്നെ അവൻ ഒരു മഹത്വമാക്കി മാറ്റും. ഈ പ്രഭാതത്തിൽ കുഞ്ഞെ, നിന്റെ കഷ്ടകാലത്ത് അല്ലെങ്കിൽ നിന്റെ കഷ്ടത ആരോട് നീ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലും, ഒരുപക്ഷെ നിന്റെ ഭർത്താവ് നിന്റെ കഷ്ടതയുടെ ആഴം മനസ്സിലാക്കണമെന്നില്ല. നീ പോറ്റി പുലർത്തി ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സ്വരുക്കൂട്ടി വളർത്തി വലുതാക്കിയ നിന്റെ മക്കൾ നിന്റെ കഷ്ടതയുടെ ആഴം തിരിച്ചറിയുന്നില്ല. നിന്റെ ഭാര്യ മനസ്സിലാക്കണമെന്നില്ല, നിങ്ങളുടെ ദൈവദാസന്മാർ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, കഷ്ടതയിൽ നിലവിളിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ആ ദൈവത്തിന് നിന്റെ വേദനയുടെ ആഴം മനസ്സിലാകുന്നവനാണ്. പ്രിയരെ, ദാവീദിന്റെ ജീവിതം ഒന്ന് നോക്കിയേ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. സ്വന്തം മാതാപിതാക്കൾ പോലും അവനെ ഉപേക്ഷിച്ച് എവിടെയൊക്കെ ഒതുക്കുമ്പോൾ, ദാവീദ് മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സമൃദ്ധിയുടെ കാലത്ത് മാത്രമല്ല, ആനന്ദത്തിൻ്റെ നാളുകളിൽ മാത്രമല്ല, കഷ്ടതയുടെ നാളിലും ഞാൻ യഹോവയെ വാഴ്ത്തും. അർത്ഥം, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചപ്പോഴും ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കും, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. സ്വന്തം മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയപ്പോഴും സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, എൻ്റെ വേദന ദൈവം കേൾക്കും, എൻ്റെ പ്രാർത്ഥന ദൈവം കാണും, എൻ്റെ സങ്കടം എൻ്റെ ദൈവത്തിനറിയാം. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ദൂതുകയും മാറാം. കഷ്ടകാലത്ത് ദൈവത്തോട് അടുത്ത് വരാൻ മടുക്കരുതേ. ഈ കഷ്ടതകളാണ് നമ്മെ ദൈവത്തോട് ആഴമായി അടുപ്പിക്കുന്നവ. കഷ്ടതകളാണ് സത്യത്തിൽ നമ്മോടുകൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. കഷ്ടതകളാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വേദന വന്നാൽ ആരൊക്കെ നമ്മുടെ കൂടെ കാണുമെന്നൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കഷ്ടതയിൽ നീ ദൈവസന്നിധിയിൽ നിലവിളിക്ക്, നീ ദൈവത്തോട് വിളിച്ചപേക്ഷിക്ക്. പ്രഭാതത്തിൽ പറ, ഇന്നലകളുടെ നന്മയുടെ നാളിൽ മാത്രമല്ല, ഇന്നിൻ്റെ കഷ്ടതയുടെ കാലത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിക്കും. എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ദൈവത്തെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. വിശ്വസിക്കുക പ്രിയരേ, നാം ദൈവസന്നിധി വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ അവൻ കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദാവീദ് വനാന്തരത്തിലും അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്താത്തതൊന്നുണ്ട്, അതാരാധനയാണ്. അത് പ്രാർത്ഥനയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ മേലിരിക്കും. കഷ്ടകാലത്ത് ഞാൻ പിറുപിറുക്കുന്നവനായിട്ടല്ല, ദൈവം എന്നോട് അയ്യോ ഇങ്ങനെ ചെയ്തല്ലോ, ഇത് വലിയൊരു ചതിയായിപ്പോയല്ലോ നെഗറ്റീവുകളല്ല ഞാൻ പറയുന്നത്. എപ്പോഴും എൻ്റെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഈ പ്രഭാതത്തിനും ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം, ആ ഒരു സമർപ്പണം, ആഴമേറിയ ചിന്ത നിന്റെ കൂടാരത്തിനകത്ത് ഭരിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ.
പ്രിയരെ, കഷ്ടകാലത്തും പ്രാർത്ഥന കുറയരുത് കേട്ടോ. എല്ലാം ഉള്ളപ്പോൾ മാത്രമല്ല, ഒന്നുമില്ലാതെയാകുമ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കാൻ മടുത്തു പോകരുത്. ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകരുത്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ നീ മറന്നു പോകരുത്. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നീ മറന്നു പോകരുത്. ഒരു ഭക്തൻ കണ്ടു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോഴും കഷ്ടകാലത്തും അവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. അവൻ്റെ ആരാധന അവൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. ആ വനാന്തരത്തിനകത്തും ആ ഭക്തൻ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുക. അങ്ങനെയുള്ള ദാവീദിനെ ദൈവവചനം പറയുന്നു, പുൽപ്പുറത്താടിനെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവനെ എടുക്കുക, അവനെ ഞാൻ തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെട്ടു? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വിടുതൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു? കഷ്ടകാലത്ത് ദൈവസന്നിധിയിൽ അവൻ വിളിച്ചപേക്ഷിച്ചു. കഷ്ടതയുടെ നടുവിലും അവൻ ആരാധിച്ചു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ പ്രിയരെ, കഷ്ടത വെളിപ്പെടുമ്പോൾ ഓടിപ്പോകുന്നവരാണ്, ദൈവത്തെ മറന്നു പോകുന്നവരാണ്. ദൈവമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവരാണ്. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ച ഭക്തന്മാരുണ്ട്. പ്രിയരെ, കാരാഗ്രഹത്തിനകത്ത് കൈകാലുകൾ ആമത്തിലാകുമ്പോൾ, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ പൗലൂസും ശീലാസും കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയ്ക്കകത്ത് ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന വചനം പറയും. കാരാഗ്രഹത്തിനകത്ത് പാടിയവനുണ്ട് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു ശദ്രക്കും മേശക്കും അബേദനവും എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് വീണപ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ച് കാണണം, ദൈവത്തെ മഹത്വപ്പെടുത്തി കാണണം. ഇന്നലകളുടെ നമ്മുടെ പിതാക്കന്മാരെല്ലാം മരുഭൂമികൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ ഈ ദൈവം വേണ്ടെന്ന് പറഞ്ഞു പോയവരല്ല. അതിൻ്റെ നടുവിലും അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചവരാണ്. ഈ കഷ്ടതയുടെ നടുവിലും ദൈവത്തോട് പാടിയവരാണ്, ദൈവത്തെ പ്രാർത്ഥിച്ചവരാണ്, ദൈവത്തെ സ്തുതിച്ചവരാണ്, ദൈവത്തെ ആരാധിച്ചവരാണ്. പകൽക്കാലം അങ്ങനെയുള്ള ദാവീദിനെയാണ് ദൈവം വിടുവിച്ചത്. എങ്ങനെ വിടുവിച്ചു? വനാന്തരത്തുനിന്ന് വിടുവിച്ചത് കേവലം ഒരു വിടുതൽ മാത്രമല്ല കേട്ടോ. അവൻ്റെ മേൽ തുറന്നിട്ടത് രാജകീയമായ വാതിലുകളാണ്, രാജകീയമായ ഭാവിയാണ്, രാജകീയമായ ദൈവിക നിയോഗങ്ങളാണ്. പ്രഭാതത്തിൽ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ഞാനും കൊതിക്കുന്നു, കഷ്ടതയിൽ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ജീവിതത്തിനകത്ത് രാജകീയമായ ചിലത് വെളിപ്പെടട്ടെ, രാജകീയമായ ചിലത് വെളിപ്പെടട്ടെ. 2 ശമൂവേലിൻ്റെ പുസ്തകം 7:18 പറയുന്നു, കർത്താവേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ ഗ്രഹവും എന്തുള്ളൂ, ഞാനാർ എൻ ഗ്രഹവും എന്തുള്ളൂ എന്ന് ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ അവൻ്റെ അന്ത്യത്തിനു മുമ്പ് പറയത്തക്ക നിലവാരത്തിൽ അവനെ മാനിച്ചെങ്കിൽ, അവനെ ഉയർത്തിയെങ്കിൽ, ആ ഉയർച്ചയുടെ പിന്നിൽ ആരാധനയാണ്. കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതാണ്. ദൈവം അവനെ വിടുവിക്കുക മാത്രമല്ല കൂടപ്പിറപ്പേ, ദൈവം അവനെ വിടുവിക്കുക മാത്രമല്ല മാതാവേ, പിതാവേ, ദൈവം അവനെ വിടുവിച്ചപ്പോൾ അവനെ ഒരു മഹത്വമാക്കി മാറ്റി. അവൻ്റെ ജീവിതം ഒരു അവർണ്ണനീയമാക്കി മാറ്റി. ഞാൻ ഈ വചനം റിലീസ് ചെയ്യുക. ഇതൊക്കെ കൂടാരത്തിനകത്ത് കഷ്ടതകൾ വഴിമാറട്ടെ, നിന്ദകൾ, ദാരിദ്ര്യങ്ങൾ, രോഗങ്ങൾ വഴിമാറട്ടെ. ദൈവം ജീവിക്കുന്നുവെന്ന് നിന്റെ ജീവിതത്തിലൂടെ തെളിയുന്ന വലിയ സീസണുകൾ വെളിപ്പെടട്ടെ. ഈ നിമിഷം അത് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. ചില രാജകീയമായ വഴികൾ, വാതിലുകൾ ഈ പകൽക്കാലം നിന്റെ മേൽ തുറന്നു വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിമിഷം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, സ്വർഗീയ നല്ല കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിൻ്റെ കഷ്ടകാലം തീർന്നു പോകട്ടെ. അവിടെ മേൽ ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. ദൈവം അവരെ ഒരു മഹത്വത്തോടെ പുറത്തു കൊണ്ടുവരണം. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. അനേക സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കത്തക്ക നിലവാരത്തിൽ വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക. കഷ്ടകാലത്ത് ദൈവസന്നിധി വിളിച്ചപേക്ഷിക്കുക. എങ്കിൽ നീ വിടുവിക്കപ്പെടും മാത്രമല്ല, നിന്നിലൊരു ദൈവമഹത്വം വെളിപ്പെടും. ഈ പ്രഭാതത്തിൽ ഈ വചനം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.
നിങ്ങളോട് സംസാരിച്ചുറപ്പുണ്ട്. ദൈവദാസൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. വിളിച്ചിട്ട് ലഭിച്ചില്ല എങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ പ്രയർ റിക്വസ്റ്റിൽ അയയ്ക്കുക. ഞങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പകൽക്കാലം എല്ലാ പ്രഭാതത്തിലും നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ലഭിച്ചതുപോലെ സന്ദേശം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.